ഇടുക്കി കട്ടപ്പനയിൽ മാൻഹോളിൽ വീണ തൊഴിലാളികൾ മരിച്ചതിൽ കളക്ടറോട് റിപ്പോർട്ട് തേടി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേരാണ് മരിച്ചത്. മാൻഹോളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഇറങ്ങിയത് എന്നതുകൂടി വ്യക്തമാകുന്നു. അതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, നിർഭാഗ്യകരമായ കാര്യമാണ്. ഉപജീവനത്തിന് വേണ്ടി ഈ ജോലിയെടുക്കാൻ വരുന്ന 3 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഈ തൊഴിലാളികൾ ഈ മാൻഹോളിലൂടെ ഈ മാലിന്യക്കുഴിയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. അത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചതും. ഇതിൽ പറയുന്നത് ഇതിനു മുമ്പും ഈ തൊഴിലാളികൾ തന്നെ ഇതേ മാൻഹോളിലൂടെ ഈ കുഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇവർ ക്ലീൻ ചെയ്തതാണ് എന്നുള്ളതാണ് ഈ കടയുടമ അടക്കം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 1 മാസമായി ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 1 മാസമായി ഇത് പൂർണ്ണമായും മൂടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് മരിച്ച 3 പേരുടെയും മൈക്കിൾ, അതോടൊപ്പം തന്നെ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് 2 മൃതദേഹം അത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഒരാളുടെ മൃതദേഹമാണ്. അവരുടെ ബന്ധുക്കൾ വളരെ വൈകിയാണ് എത്തിയത്. അവരുടെ മൃതദേഹം കൂടി അല്പസമയത്തിനകം ഇവിടെ നിന്ന് കൊണ്ടുപോകും. മൈക്കിൾ, ജയരാമൻ, അതോടൊപ്പം തന്നെ സുന്ദരപാണ്ഡ്യൻ എന്നീ 3 പേരാണ് മരണപ്പെട്ടത്. ഇതിൽ ജയരാമൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇത്തരത്തിൽ കട്ടപ്പന മേഖലയിൽ ഇത്തരം മാലിന്യം നീക്കം ചെയ്യുന്ന ജോലികൾ അത് കരാറെടുത്ത് ചെയ്യുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജയരാമനാണ് ആദ്യം ഈ മാലിന്യക്കുഴിയിലേക്ക് ഇറങ്ങിയത്. എന്നാൽ അദ്ദേഹം ബോധരഹിതനായി വീഴുകയായിരുന്നു. അതിനുശേഷമാണ് മറ്റ് 2 പേർ ഇദ്ദേഹത്തിൻ്റെ അനക്കമൊന്നും കാണാത്തതിനെ തുടർന്ന് ഈ കുഴിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ് ഈ 3 പേരും അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് മാധു ഇവിടെ നടക്കുന്നത്.